ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വന്നു, പുതിയ ട്രാപ്പ് വീഡിയോ വന്നു. പക്ഷേ ഇന്നത്തെ ട്രാപ്പ് വീഡിയോയുടെ പ്രത്യേകത ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇന്ന് ഈ ബീറ്റിന് ഞാൻ ഡാൻസ് കളിപ്പിച്ചിരിക്കും. നിങ്ങൾ എവിടെ ഇരുന്നാൽ നിങ്ങൾ ചാടി ഡാൻസ് കളിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. എന്റെ ആദ്യത്തെ ഇൻട്രോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഡാൻസറാണ് ബേസിക്കലി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബാറ്റിൽസിനും സൈഫേഴ്സിനും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നും, നമുക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ആ ഒരു എസൻസ് ആണ് ഞാൻ ഈ പറയുന്ന ട്രാപ്പ് ബീറ്റിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്, ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡാൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഗ്രൂവ് ചെയ്യാൻ തോന്നും. ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന മ്യൂസിക് ജോണർ പോലെ ഉണ്ടാകുന്ന ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഹിസ്റ്ററിയിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ബട്ട് ഡീറ്റെയിൽഡ് വീഡിയോ എബൌട്ട് ഹിപ്പ് ഹോപ്പ് അതെന്തായാലും വരുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു 110 BPM നമുക്കൊരു ബീറ്റ് പിടിച്ച് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കോഡ്സ് വരച്ച് നോക്കാം. ജസ്റ്റ് നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിതം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമുക്ക് ആ കോഡ്സ് ഒന്ന് വരച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഈ കോഡ്സിനെ തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് റീസാമ്പിൾ ചെയ്ത് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ റീസാമ്പിൾ ചെയ്തിട്ട് നമ്മൾ 12 സെമി ടോൺസ് താത്തി ഇട്ടു. മൂവിങ് ഓൺ, നമുക്ക് ഡ്രംസ് പിടിക്കാം. ആദ്യം തന്നെ ഹൈ ഹാറ്റ് കൊടുക്കുക. അപ്പൊ നമ്മളൊരു സിമ്പിൾ ഹൈ ഹാറ്റ് കൊടുത്തു. എന്നാൽ അതിൽ ഓരോ ഹൈ ഹാറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിന്റെ വെലോസിറ്റി കയറ്റി ഇറക്കിയിട്ട് കഴിഞ്ഞപ്പോൾ അതിനൊരു ഗ്രൂവ് കിട്ടി. ഓക്കെ, ഇനി മൂവിങ് ഓൺ ആണ്, നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിം ഷോട്ട് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഹൈ ഹൈറ്റിന്റെ കൂടെ തന്നെ നമ്മൾ റിം ഷോട്ട് കറക്റ്റ് അതിന്റെ ടൈമിങ്ങിൽ നമ്മൾ റിം ഷോട്ടും കൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് റിതം പോലെ എനിക്ക് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് സംഭവങ്ങൾ എനിക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു റിം ഷോട്ട് അതിന്റെ കൂടെ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആ റിം ഷോട്ട് നമ്മൾ ആഡ് ചെയ്തു. പക്ഷെ അത് പോരാ, ഇനിയും ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത് ആഡ് ചെയ്ത ഒരു പെർക്കഷൻ ആണ് നമ്മൾ ആഡ് ചെയ്തത്. അതൊരു 4 കൗണ്ടിന്റെ എൻഡിലാണ് നമ്മൾ അത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി മൂവിങ് ആണ്, നമുക്ക് ഒരു സൗണ്ട് കൂടെ നമുക്ക് ആഡ് ചെയ്യണം. കുറച്ചുകൂടെ ഗ്രൂവ് കൊണ്ടുവരുത്താനുള്ള ഒരു സൗണ്ട് കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ മറ്റൊരു പെർക്കഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്ത് നമ്മളത് ഒന്നിൽ നിന്ന് മറ്റേ ഫെയ്ഡായി പോകുന്നതനുസരിച്ച് നമ്മളൊരു പെർക്കഷനാണ് നമ്മൾ ആഡ് ചെയ്തത്. ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് പോലെ പോകുന്ന ഒരു സൗണ്ടാണ് നമ്മൾ പെർക്കഷൻ ആഡ് ചെയ്തത്. മൂവിങ് ആണ്, നമുക്ക് ഇനിയും റിതം ആഡ് ചെയ്യണം. വീണ്ടും നമ്മളൊരു ഹൈ ഹാറ്റ് പെഡൽ നമ്മൾ ആഡ് ചെയ്തിട്ട് മുമ്പത്തെ സെയിം ടെക്നിക് ബട്ട് കുറച്ചും കൂടെ ഡിഫറെന്റ്, അതിൽ കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ അത് ഇറ്റ് സൗണ്ട് വെരി നൈസ്. അത് കുറച്ചും കൂടെ ഒരു ബൗൺസ് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റി. സോ മൂവിങ് നമുക്ക് അടുത്ത ഓർമ്മ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അടുത്ത ആഡ് ചെയ്ത് നമ്മൾ സ്നെയർ ആണ് ആഡ് ചെയ്തത്. അപ്പൊ അത് കുറച്ചുകൂടെ അതിൽ ആ ബീലൊരു ഹൈപ്പ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ റിതത്തിന് കുറച്ചുകൂടെ ഒരു ഹൈപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് കിക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കിക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല ബൗൺസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് കിക്ക് ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ പെർക്കഷന്റെ ഇടയിലുള്ള വരുന്ന സ്പേസിൽ നമ്മൾ വേറൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ കിക്ക് ആഡ് ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം കിക്ക് കുറച്ചധികം ബേസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനാവശ്യപരമായി നമ്മുടെ ആ റിതം പോകുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്കിയുള്ള സൗണ്ട്സ് അത് ഡക്ക് ചെയ്തത് ഇല്ലാണ്ടായി മാറും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കിക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ മൂവിങ് ഓൺ, നമുക്ക് 8/8 കൊടുക്കാം. അപ്പോൾ നമ്മൾ 8/8 കൊടുത്തു.
808 നമ്മൾ കൂടുതൽ വേറെ മാരകമായി ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ കിക്കിന്റെ കൂടെ തന്നെ കിക്കിന്റെ സെയിം ടൈമിങ്ങിലാണ് നമ്മൾ 808 കൊടുത്തേക്കുന്നത്. ഗ്ലൈഡ്സോ വേറെ പരിപാടികളോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോ നമുക്ക് ഈ ഡ്രംസ് ഫുള്ള് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടിപൊളി ഒരു ഗ്രൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫുൾ ബീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണെ കൂടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ വീഡിയോ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.